തീവ്രവാദ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ഇറാന്റെ പദ്ധതി പൊളിച്ചടുക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. ഇറാന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോടെ തീവ്രവാദ സംഘം നിർമ്മിച്ചതാണ് എന്ന് അവകാശപ്പെടുന്ന തെക്കൻ ലെബനൻ പട്ടണമായ ഖന്തറ എന്ന പട്ടണത്തിലെ 2 പ്രധാനപ്പെട്ട ഹിസ്ബുള്ള തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 1 ദശാബ്ദക്കാലം എടുത്താണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്നോർക്കണം. ഏകദേശം 25 മീറ്റർ ആഴത്തിലെത്തിയ ഇവയ്ക്ക് ഇറാനിയൻ ഭീകര ഭരണകൂടം ധനസഹായം നൽകിയതായും ഗലീലി കീഴടക്കാനുള്ള ഹിസ്ബുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇവ നിർമ്മിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇത് രണ്ടും പരസ്പരം അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ്. എന്നാൽ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലാത്തതാണ് ഈ 2 തുരങ്കങ്ങൾ. ആകെ 2 കിലോമീറ്റർ നീളമുണ്ടായിരുന്നു. ഇത് തെക്കൻ ലെബനനിൽ സൈന്യം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നീളമേറിയ ഭൂഗർഭ സംവിധാനങ്ങളിൽ ഒന്നാണ്. എന്തായാലും ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പൊളിച്ചടുക്കിയിരിക്കുന്നത്. അതേസമയം തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ 16 ഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്നാക്രമിക്കാൻ IDF ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ. ഹിസ്ബുള്ളയുടെ ഉന്മൂലനം ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. ഹിസ്ബുള്ളക്കെതിരെ നടക്കാൻ പോകുന്ന വ്യോമാക്രമണങ്ങൾക്ക് മുന്നോടിയായി വെടിനിർത്തൽ സമയത്ത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് IDF-ന്റെ അറബിക് വക്താവ് അവീച്ചെ അദ്രൈ. ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശം ഇതിനകം തന്നെ പൂർണ്ണമായും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. അതിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഭീകര സംഘടന വെടിനിർത്തൽ കരാർ ലംഘിച്ചതാണ് IDF-നെ പ്രകോപിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ഘടകവുമായോ സൗകര്യവുമായോ അതിന്റെ ആയുധങ്ങളുമായോ ബന്ധപ്പെടുകയോ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളുടെ സമീപത്ത് വസിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും തങ്ങളുടെ ജീവൻ സ്വയം അപകടത്തിലാക്കുകയാണ് എന്ന് IDF വ്യക്തമാക്കുന്നു. അതേസമയം ട്രംപ് തന്റെ പതിവ് പല്ലവികൾ തുടരുകയാണ്. ഇറാൻ തകർച്ചയുടെ വക്കിലാണെന്നും ഹോർമൂസ് തുറന്നു നൽകണമെന്നും ഇറാൻ US-നോട് അപേക്ഷിച്ചു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. ടെഹ്റാൻ നേതൃദാരിദ്ര്യം അനുഭവിക്കുകയാണ് എന്നും ട്രംപ് പറയുന്നു. അതേസമയം ഹോർമൂസ് തുറക്കണമെന്ന് ഏത് മാർഗത്തിലൂടെയാണ് ഇറാൻ ആവശ്യപ്പെട്ടത് എന്ന് മാത്രം ട്രംപ് വ്യക്തമാക്കിയില്ല. തകർച്ചയുടെ വക്കിലാണെന്ന് ഇപ്പോൾ ഇറാൻ ഞങ്ങളെ അറിയിച്ചു. എത്രയും വേഗം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ നേതൃത്വ പ്രശ്നവും അനുഭവിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ലോകത്തെ പ്രധാനപ്പെട്ട കപ്പൽപാതകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഇത് ആഴ്ചകളായി അടഞ്ഞു കിടക്കുകയാണ്. ഹോർമൂസ് വഴി ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കം തടയാനും ടെഹ്റാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനുമാണ് US ഉപരോധം പ്രഖ്യാപിച്ചത്. US ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമൂസ് തുറക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇറാനിയൻ എണ്ണയുമായി സഞ്ചരിച്ച 2 ടാങ്കറുകൾ US സൈന്യം പിടിച്ചെടുത്തതിൽ ശക്തമായി അപലപിക്കുകയാണ് ഇറാൻ. നടന്നത് കടൽക്കൊള്ളയും രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് ഇറാൻ പറഞ്ഞു. US കടൽക്കൊള്ളയ്ക്ക് നിയമപരമായി അംഗീകാരം നൽകുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് എസ്മായിൽ ബാഖോയ് പറഞ്ഞു. എന്നാൽ നീക്കത്തെ നിയമപരമായ നടപടി എന്നാണ് US വിശേഷിപ്പിച്ചത്. ഇറാൻ വിമാന കമ്പനികളുമായി സഹകരിക്കുന്നവരെ ഉപരോധിക്കും എന്ന ഭീഷണിയുമായി US നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യത്തിൽ വേണ്ട നടപടി എടുക്കാൻ ലോകരാജ്യങ്ങളിലെ സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. വിമാന ഇന്ധനം, കാറ്ററിംഗ്, ലാൻഡിംഗ് ഫീസ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഒരു കാര്യത്തിൽ ഇറാന്റെ വിമാന കമ്പനികളുമായി സഹകരണം പാടില്ല. ഇറാനെതിരെ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം US ട്രഷറി ചുമത്തും. ഇറാൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെടുന്ന മൂന്നാമതൊരാൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും US-ന് മടിയില്ല എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് US അപേക്ഷിക്കുകയാണെന്നും അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞതായും വിവരങ്ങളുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ US-ന് കഴിഞ്ഞിട്ടില്ല എന്നും അരാക്ചി പരിഹസിച്ചു. ലോകത്തിലെ വലിയ സൂപ്പർ പവറിനെയാണ് ഇറാൻ എതിർത്തു നിന്നത്. അവർ ഇതിൽ ഒരു ലക്ഷ്യം പോലും നേടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി അപേക്ഷിച്ചത്. അത് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായാണ് അരാക്ചിയും സംഘവും സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയത്. പാകിസ്ഥാൻ, ഒമാൻ സന്ദർശനങ്ങൾ അരാക്ചി പൂർത്തിയാക്കിയിരുന്നു. സ്ഥിരവും ശക്തവുമായ സംവിധാനമാണ് ഇറാന്റേത് എന്ന് പുടിനുമായുള്ള ചർച്ചയിൽ അരാക്ചി പറഞ്ഞു. റഷ്യ ഇറാനൊപ്പം നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെയും മേഖലയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ ഇറാൻ ഉറപ്പു നൽകി. നേരത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ US-ന് കൈമാറിയിരുന്നു. ആക്രമണം അവസാനിപ്പിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാം എന്നായിരുന്നു ഇറാന്റെ ഓഫർ. ഹോർമൂസിൽ US ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നുമാണ് മറ്റൊരു റിപ്പോർട്ടിലെ സൂചനകൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.